ഹായ് ഫ്രണ്ട്സ്, ഈ വർഷം ഏറ്റവും നല്ല പെർഫോമൻസ് നടത്തിയ മ്യൂച്വൽ ഫണ്ട് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ ഈ വർഷം നല്ല റിട്ടേൺ നൽകി എന്നതുകൊണ്ട് അടുത്ത വർഷം അതേ റിട്ടേൺ നൽകുമെന്ന് ഒരു ഗ്യാരണ്ടിയും ഇല്ല എന്നാണ് പൊതുവെ നാം പറയാറുള്ള മറുപടി. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിന്റെ കാര്യത്തിൽ ആ ഒരു മറുപടി വളരെ ശരിയുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് നോക്കാറുണ്ട്. കാരണം ഹിസ്റ്റോറിക്കൽ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ മ്യൂച്വൽ ഫണ്ടുകൾ സെലക്ട് ചെയ്യേണ്ടത്. നമുക്കറിയാം, മ്യൂച്വൽ ഫണ്ടിൽ 100 കണക്കിന് കാറ്റഗറികളുണ്ട്. മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ഗ്രോത്തിന് വേണ്ടി നാം മിഡ് ക്യാപ്പ് അതുപോലെ സ്മോൾ ക്യാപ്പ് കാറ്റഗറിയിൽപ്പെട്ട കുറച്ചുകൂടി റിസ്ക് നിറഞ്ഞ എന്നാൽ ഹൈ ഗ്രോത്ത് സാധ്യതയുള്ള ഫണ്ടുകൾ ഉൾപ്പെടുത്താറുണ്ട്. മിഡ് ക്യാപ്പ് കാറ്റഗറിയിൽ നിലവിലുള്ള നല്ല പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയും ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിലും നല്ല പ്രകടനം കാഴ്ചവെച്ചതുമായ ഒരു മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. R4iയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, മിഡ് ക്യാപ്പ് ഫണ്ട് എന്ന് പറയുന്നത് ഒരു ഫണ്ട് മാനേജർ അവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് 65% മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് കാറ്റഗറിയാണ് മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകൾ. ബാക്കി വരുന്ന 35% സ്മോൾ ക്യാപ്പിലോ ലാർജ് ക്യാപ്പിലോ ഫണ്ട് മാനേജർക്ക് അദ്ദേഹത്തിന്റെ ഇഷ്ടാനുസരണം ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ഒരു മാസം ഏറ്റവും അധികം റിട്ടേൺ നൽകിയ ഈ കാറ്റഗറിയിൽപ്പെട്ട ഫണ്ടുകൾ നോക്കിയാൽ അവിടെ നമുക്ക് 12%-ലധികം റിട്ടേൺ നൽകിയ മോട്ടിലാൽ ഓസ്വാൾ മിഡ് ക്യാപ്പ് ഫണ്ടാണെന്ന് കാണാൻ കഴിയും. ഇതുപോലെ കഴിഞ്ഞ ഒരു 3 മാസത്തെ ടൈം ഹൊറൈസണിൽ റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ മോട്ടിലാൽ ഓസ്വാൾ മിഡ് ക്യാപ്പ് ഫണ്ട് 6.98% റിട്ടേൺ നൽകിയതായി കാണാം. അതുപോലെ HSBC ആയാലും ഇൻവെസ്കോ ആയാലും അത് 2-3 സ്ഥാനത്ത് 3% റിട്ടേൺ മാത്രമാണ് നൽകിയെന്ന് കാണാൻ കഴിയും. നമുക്ക് ഒരു വർഷത്തെ റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും മോട്ടിലാൽ ഓസ്വാൾ മിഡ് ക്യാപ്പ് ഫണ്ട് 64% റിട്ടേൺ നൽകി. ഇത് നമ്മൾ 3 വർഷത്തെ റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നമുക്ക് മോട്ടിലാൽ ഓസ്വാൾ മിഡ് ക്യാപ്പ് ഫണ്ട് 36% റിട്ടേൺ നൽകിക്കൊണ്ട് 1-ാം സ്ഥാനത്ത് കാണാൻ കഴിയും. ഇനി 5 വർഷത്തെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് 35% റിട്ടേൺ നൽകിക്കൊണ്ട് മോട്ടിലാൽ ഓസ്വാൾ മിഡ് ക്യാപ്പ് ഫണ്ട് 1-ാം സ്ഥാനത്തേക്ക് കാണാം. അതുപോലെ ക്വാണ്ട് മിഡ് ക്യാപ്പ് 2-ാം സ്ഥാനത്തും എഡിൽവൈസ് മിഡ് ക്യാപ്പ് 3-ാം സ്ഥാനത്തും കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ നിന്നും നിലവിലെ മാത്രമല്ല പാസ്റ്റ് പെർഫോമൻസിൻ്റെ കാര്യത്തിലും ഈ മോട്ടിലാൽ ഓസ്വാൾ മിഡ് ക്യാപ്പ് ഫണ്ട് ഔട്ട് പെർഫോമൻസ് നടത്തിയതായും അത് 1-ാം സ്ഥാനത്ത് എപ്പോഴും നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ മിഡ് ക്യാപ്പിൻ്റെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് എന്ന് പറയുന്നത് നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് ആണ്. അപ്പോൾ ഈ ഇൻഡെക്സുമായിട്ടാണ് നാം ഇതിൻ്റെ പെർഫോമൻസ് യഥാർത്ഥത്തിൽ താരതമ്യം ചെയ്യേണ്ടത്. അപ്പോൾ മോട്ടിലാൽ ഓസ്വാൾ മിഡ് ക്യാപ്പ് ഫണ്ടിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺ 64.91 ആണെങ്കിൽ ബെഞ്ച് മാർക്ക് റിട്ടേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് 32% ആണെന്ന് കാണാൻ കഴിയും. അതുപോലെ 3 ഇയേഴ്സിൻ്റെത് മോട്ടിലാൽ ഓസ്വാളിൻ്റെ 37% ആണെങ്കിൽ ബെഞ്ച് മാർക്ക് 23%. അതുപോലെ 5 ഇയേഴ്സിൻ്റെത് 35% ആണ് മോട്ടിലാൽ ഓസ്വാളിൻ്റെതെങ്കിൽ ബെഞ്ച് മാർക്കിൻ്റെത് 29%. അതുപോലെ 10 ഇയേഴ്സിൻ്റെ ഒരു ലോങ്ങർ ടൈം ഫ്രെയിം നമ്മൾ നോക്കുകയാണെങ്കിൽ ബെഞ്ച് മാർക്ക് 19% മാത്രമാണ് റിട്ടേൺ നൽകിയത്. അതേസമയം മോട്ടിലാൽ ഓസ്വാളിൻ്റെ ഈ ഒരു മിഡ് ക്യാപ്പ് ഫണ്ട് 22% റിട്ടേൺ നൽകിയതായിട്ടും കാണാം. അപ്പോൾ എല്ലാ ടൈം ഹൊറൈസണിലും അത് ബെഞ്ച് മാർക്കിനെ ബീറ്റ് ചെയ്തതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇപ്പോൾ മോട്ടിലാൽ ഓസ്വാൾ എന്ന് പറയുന്ന ഈ ഫണ്ട് ഹൗസ് അവർ മൊത്തം 75,000 കോടിയിലധികം AUM ഉള്ള ഒരു വലിയ ഫണ്ട് ഹൗസാണ്. ഇവർ ഏകദേശം 39ഓളം മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ റൺ ചെയ്യുന്നുണ്ട്. 14 വർഷം പഴക്കമുള്ള ഒരു ഫണ്ട് ഹൗസാണ് മോട്ടിലാൽ ഓസ്വാൾ മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ ഇവരുടെ ടോപ്പായിട്ടുള്ള 8 മ്യൂച്വൽ ഫണ്ട് സ്കീമുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇവരുടെ മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫണ്ട് സൈസ് 25,000 കോടിക്ക് അടുത്ത് എത്തി നിൽക്കുന്നതായി കാണാം. അതായത് ഈ ഫണ്ട് ഹൗസ് ടോട്ടൽ കൈകാര്യം ചെയ്യുന്ന AUM സൈസിൻ്റെ 1/3 ഭാഗം മിഡ് ക്യാപ്പ് ഫണ്ടാണെന്ന് കാണാം. ഇപ്പോൾ 2-ാം സ്ഥാനത്തുള്ള ഇവരുടെ ഫണ്ട് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടാണ്. അവിടെ AUM 13,000 കോടി മാത്രമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് മോട്ടിലാൽ ഓസ്വാൾ മിഡ് ക്യാപ്പ് ഫണ്ട് എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് അത്രമാത്രം പോപ്പുലറായിട്ട് കാണുന്ന ഒരു ഫണ്ടാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു മിഡ് ക്യാപ്പ് ഫണ്ട് മാനേജ് ചെയ്യുന്നത് നികേത് ഷാ, അതുപോലെ രാകേഷ് ഷെട്ടി, സുനിൽ സാവന്ത്, അതുപോലെ അജയ് കണ്ടൽവാൾ, അതുപോലെ സന്തോഷ് സിംഗ് തുടങ്ങിയ ഒരു മാനേജ്മെൻറ്റ് ടീമാണ് ഇത് മാനേജ് ചെയ്യുന്നത്. ഇവരിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ളത് നികേത് ഷയാണ്. അദ്ദേഹം 2020 മുതൽ ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2014 കാണാം. അപ്പോൾ ആ ലോഞ്ച് ചെയ്ത സമയത്തുള്ള ഫണ്ട് മാനേജേഴ്സ് ഒന്നും ഇപ്പോൾ ഈ ടീമിൽ നമ്മൾ കാണുന്നില്ല. ഫണ്ട് മാനേജേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആ ഫണ്ട് മാനേജേഴ്സ് മാറിയിട്ടും ഈ ഫണ്ടിൻ്റെ പെർഫോമൻസിനെ അത് ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഫണ്ടിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ അർത്ഥം അവർക്ക് കൃത്യമായ ഒരു സ്ട്രാറ്റജിയും പ്രോസസ്സും ഈ ഒരു മിഡ് ക്യാപ്പ് ഫണ്ടിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ഫണ്ട് പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ കഴിയും മിഡ് ക്യാപ്പിൽ 66% ആണ് ഇവർ അലോക്കേഷൻ നടത്തിയിട്ടുള്ളത്. ലാർജ് ക്യാപ്പിൽ 31% ഇവർ
അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സ്മോൾ ക്യാപ്പിൽ വളരെ കുറവ് മാത്രമേ ഉള്ളൂ, 1.28% മാത്രമാണ് അവിടെ കാണാൻ കഴിയുക. അപ്പോൾ ഇത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പൊതുവെ കൂടുതൽ ഗ്രോത്തിന് വേണ്ടി എല്ലാ ഫണ്ടുകളും കൂടുതലായിട്ട് സ്മോൾ ക്യാപ് ഫണ്ടിലാണ് ബാക്കിയുള്ള അലോക്കേഷൻ നടത്താറുള്ളതെങ്കിൽ ഇവിടെ ഇവർ നേരെ ഓപ്പോസിറ്റ് ലാർജ് ക്യാപ്പിലേക്കാണ് 30% അലോക്കേഷൻ. അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ലൊരു തോതിൽ ഇവരുടെ ആ ഒരു പോർട്ട്ഫോളിയോയുടെ റിസ്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അവിടെ ലാർജ് ക്യാപ്പിൽ കൂടുതൽ എക്സ്പോഷർ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഡൗൺവേർഡ് പ്രൊട്ടക്ഷൻ സാധ്യമാകുന്നു എന്നാണ് അതിൽ നിന്നും മനസ്സിലാകുന്നത്. ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രധാനപ്പെട്ട പെർഫോമൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന റേഷ്യോകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് 10 years ടൈം ഫ്രെയിമിലും 5 years ടൈം ഫ്രെയിമിലും വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള റേഷ്യോസ് ആണ് കാണാൻ കഴിയുക. ഒന്ന് ആൽഫ നമ്മൾ നോക്കുകയാണെങ്കിൽ ആൽഫ 10 yearsൻ്റെ 5ഉം 5 yearsൻ്റെ 8ഉം ആണെന്ന് കാണാൻ കഴിയും. അതുപോലെ തന്നെ ബീറ്റ 1ൽ താഴെയാണെന്ന് കാണാം. അത് വലിയ തോതിലുള്ള ഡൗൺവേർഡ് പ്രൊട്ടക്ഷൻ നൽകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ ഷാർപ്പ് റേഷ്യോ 5 yearsൻ്റെ ഹൊറൈസണിൽ അത് 1ൽ കൂടുതലാണ്. അപ്പോൾ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ നൽകുന്ന കാര്യത്തിൽ ഈ സ്റ്റോക്ക് നല്ല പെർഫോമൻസ് ആണ് കാണിക്കുന്നതെന്ന് ആ ഒരു റേഷ്യോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 20നോട് അടുത്താണ് നിൽക്കുന്നത്. ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ വളറ്റിലിറ്റി എന്ന് പറയുന്നത് മോഡറേറ്റ് ആണ്. അപ്പോൾ മിഡ് ക്യാപ് സെഗ്മെന്റിൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ലാർജ് ക്യാപ് പോലെ അത്ര സ്റ്റേബിൾ ആയിരിക്കില്ല, അവിടെ വളറ്റിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ തന്നെ അത് 20ലേക്ക് മിനിമൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ മോട്ടിലാർ ഓസ്വാൾഡിൻ്റെ ഈ ഒരു ഫണ്ട് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിന് പിന്നിലുള്ള സ്ട്രാറ്റജികൾ പരിശോധിച്ചാൽ ഈ സ്റ്റോക്കിൽ നമ്മൾ പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ 27 സ്റ്റോക്കുകൾ മാത്രമാണ് കാണാൻ കഴിയുക. അപ്പോൾ ഇതൊരു ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ്. ഡൈവേഴ്സിഫിക്കേഷൻ കുറവാണ്. പോർട്ട്ഫോളിയോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അത്രമാത്രം റിസ്ക് കൂടുതലാണ്. അപ്പോൾ ഇവർ സ്റ്റോക്ക് പിക്ക് ചെയ്യുന്നത് ഹൈ ഗ്രോത്ത് സ്റ്റോക്കുകളാണ്. നമുക്ക് കാണാൻ കഴിയും ആവറേജ് PE എന്ന് പറയുന്നത് 70ന് മുകളിലാണ്. അപ്പോൾ ഹൈ PE ഉള്ള സ്റ്റോക്കുകളാണ് ഇവർ സെലക്ട് ചെയ്യുന്നത്. കൂടാതെ ഇവർ കളക്ട് ചെയ്യുന്ന മുഴുവൻ പണവും, അതായത് ഇവരുടെ AUM അതിൻ്റെ 99.39% ഈക്വിറ്റിയിലേക്ക് ഇവർ പമ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇവരുടെ ക്യാഷ് ഹോൾഡിംഗ് വളരെ കുറവാണെന്ന് കാണാം കമ്പയർ ടു അതർ ഫണ്ട്സ്. അപ്പോൾ ഹൈ PE സ്റ്റോക്സ്, അതുപോലെ കുറച്ച് മാത്രം സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുക, അതുപോലെ ഇക്വിറ്റി എക്സ്പോഷർ മാക്സിമം ഉപയോഗിക്കുക, ഈ 3 കാര്യങ്ങളും ഹൈ റിസ്ക് നിറഞ്ഞതാണെങ്കിലും അതിനെ ഇവർ മാനേജ് ചെയ്യുന്നത് ഇവരുടെ ഹൈ ടേൺ ഓവർ റേഷ്യോ ഉപയോഗിച്ചാണ്. അപ്പോൾ സ്റ്റോക്കുകളുടെ ഒരു മൊമെൻറ്റം ക്യാച്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പോർട്ട്ഫോളിയോയിൽ ഇടയ്ക്കിടെ ചേഞ്ച് വരുത്തുന്ന ആ ഒരു പരിപാടിയാണ് ഏതൊരു മ്യൂച്വൽ ഫണ്ടിൻ്റെയും ടേൺ ഓവർ റേഷ്യോ കൂട്ടുന്നത്. അപ്പോൾ മൊമെൻറ്റം അവസാനിച്ച സ്റ്റോക്കുകളിൽ ഇവർ എക്സിറ്റ് ആവുകയും മൊമെൻറ്റം ആരംഭിച്ച സ്റ്റോക്കുകളിൽ ഉടൻ തന്നെ കയറുകയും ചെയ്യുന്ന, അങ്ങനെ വളരെയധികം പോർട്ട്ഫോളിയോ ചേഞ്ചസ് വരുത്തുന്നതിനെയാണ് നമ്മൾ ഹൈ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ കാണുന്നതാണ്. അതേ സ്ട്രാറ്റജിയാണ് ഇവിടെ ഇവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു പോർട്ട്ഫോളിയോ സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 5% കൂടുതൽ ഹോൾഡിംഗ് ഉള്ള 8 സ്റ്റോക്കുകൾ കാണാൻ കഴിയും. അതിലൊന്ന് പോളിക്യാബാണ് ഏറ്റവും അധികം ഹോൾഡിംഗ് ഉള്ളത്. പിന്നെ കോഫോജ് 9% മുകളിലുണ്ട്, കല്യാൺ ജ്വല്ലേഴ്സിനും 9% മുകളിലുണ്ട്, സൊമാറ്റോ 9% മുകളിലുണ്ട്, പെർസിസ്റ്റന്റ് സിസ്റ്റം 7%, മഹീന്ദ്ര 6%, ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് 6%, അതുപോലെ ട്രെൻഡിൽ ഏകദേശം 5%. ഇവരുടെ ടോപ്പ് ഹോൾഡിംഗ് സ്റ്റോക്കുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഹൈ ഗ്രോത്ത് സ്റ്റോക്കുകളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ ഒരു വർഷം ഏറ്റവും അധികം റിട്ടേൺ നൽകിയ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ അതിലൊന്ന് ഷാലി എഞ്ചിനീയറിംഗ് ആൻഡ് പ്ലാസ്റ്റിക്സ് ആണ്, 356% റിട്ടേൺ ആണ്. അതുപോലെ GE Vernova T&D ഇന്ത്യ ലിമിറ്റഡ് 329% റിട്ടേൺ നൽകിയിട്ടുണ്ട്. അതുപോലെ BSE 138% റിട്ടേൺ നൽകി. ദീപക് ഫെർട്ടിലൈസേഴ്സ് 102% റിട്ടേൺ, ഡിക്സൺ ടെക്നോളജി 186% റിട്ടേൺ, വോൾട്ടാസ് 112% റിട്ടേൺ, ട്രെൻഡ് 136% റിട്ടേൺ, സൊമാറ്റോ 140% റിട്ടേൺ, കല്യാൺ ജ്വല്ലേഴ്സ് 134% റിട്ടേൺ. അപ്പോൾ ഇവരുടെ 27 സ്റ്റോക്കുകളുടെ മൊത്തം പോർട്ട്ഫോളിയോയിൽ 2 സ്റ്റോക്കുകൾ മാത്രമാണ് നെഗറ്റീവ് റിട്ടേൺ നൽകിയതായിട്ട് നമുക്ക് കാണുന്നത്. അതൊന്ന് ടാറ്റ ലക്ഷ്യം, മറ്റൊന്നൊന്ന് ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ്സുമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരുടെ ഭൂരിഭാഗം സ്റ്റോക്കുകളും ഹൈ റിട്ടേൺ നൽകിയപ്പോൾ 1-2 സ്റ്റോക്കുകൾ മാത്രമാണ് നെഗറ്റീവ് റിട്ടേൺ നൽകിയത്. അതിൽ നിന്നും ആ സ്റ്റോക്ക് പിക്കിംഗ് സ്ട്രാറ്റജി ഹൈലി ആക്യുറസി ഉള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൂടാതെ ഹൈ റണ്ണപ്പ് നടന്ന സ്റ്റോക്കുകളിലും അതുപോലെ ലോസ് മേക്കിംഗ് സ്റ്റോക്കുകളും ഇവർ പൂർണ്ണമായിട്ട് എക്സിറ്റ് ആകുന്നതായിട്ടും ചിലതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മോട്ടിലാർ ഓസ്വാൾഡ് ഈ ഒരു മിഡ് ക്യാപ് ഫണ്ട് ഹൈ റിട്ടേൺ ക്രിയേറ്റ് ചെയ്യുന്നത് ഇത്തരത്തിൽ ഹൈ റിസ്ക് അഗ്രസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയിലൂടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് ഇവിടെ പരാമർശിച്ചത് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും അവരുടെ മ്യൂച്വൽ ഫണ്ട് അഡ്വൈസറെ കണ്ടുകൊണ്ട് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിക്കുക. ഈ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.